ക്യാമറയിലൂടെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വിസ്മയം തോന്നിപ്പിച്ച നടനും നടിയാരാണ്? എന്നെ ആദ്യം വിസ്മയിപ്പിച്ചത് തീർച്ചയായിട്ടും മോഹൻലാലാണ്. ഒരു നിമിഷം കൊണ്ട് കഥാപാത്രമായി ക്യാമറയുടെ മുന്നിലേക്ക് വരാനുള്ള അസാമാന്യ കഴിവുള്ള ഒരു നടൻ. അദ്ദേഹം ഒരു അവതാരമാണ്. ഈ മനുഷ്യന് ഇത് എന്ത് ചെയ്യാൻ പോകുന്നു, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഇത്രയും റേഞ്ചിലേക്ക് വളരെ പെട്ടെന്ന് വന്ന ഒരു നടനെ ഞാൻ കണ്ടിട്ടുണ്ട്. മോഹൻലാൽ എന്നെ വിസ്മയിപ്പിച്ച പോലെ ആരും വിസ്മയിപ്പിച്ചിട്ടില്ല. Seeing Mohanlal act. You know, that's one of those magic moments when you say, oh my God. The transformation happens before the camera. ശൗര്യന് ആനയുണ്ടോ? അയ്യോ സ്വാമിയെ, ആന കൂട്ടത്തോടെ വന്നാൽ നമ്മളെ ഉപദ്രവിക്കും. അതിന് ചില തെറ്റി ഒറ്റയന്മാരുണ്ട്. ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ മനോഹരമായി അഭിനയിക്കുന്നത് തുടങ്ങാം. അദ്ദേഹത്തിന് ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ആനയെ പോലെ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് യു. ഇറ്റ്സ് ഇംപോസിബിൾ. ഇത്രയും സുന്ദരനായ സൽസ്വഭാവിയായ ചക്കരക്കുട്ടനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാഥയ്ക്കൊരിക്കലും വെറുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. കാശും പുത്രനൊന്നും കണ്ടിട്ടല്ല, നിന്റെ ഒടുക്കത്തെ ഈ സൗന്ദര്യം കണ്ടിട്ടില്ല, സ്വഭാവം അറിഞ്ഞിട്ടില്ല. ഭ്രാന്ത് പിടിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടം തോന്നിയതാ. മനസ്സിലായ? ഞാൻ മാരിയട്ടെ. പ്രണയം വൃദ്ധനെ 16-കാരനാക്കുന്ന, അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു നോക്കാം. ജനാലയിൽ വരൂ വരൂ വിലോലയ എന്റെ കൂടെ പകതാരിൻ കിളിയേ കിളിയേ ചാഞ്ചാടു കിളിയേ കിളിയേ. അജയേട്ടന് എത്ര പ്രേമം ഉണ്ടായിരുന്നു. ഈടെ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്നും പെടില്ലല്ലോ അല്ലേ? ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പൊ ചാടിക്കളെ. പിന്നെ വേറെ ഇവിടെ ഈ പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ട് തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, അങ്ങനെ പറന്ന് പറന്ന് പറന്നൊരു പൂമ്പാറ്റ ജീവിതം. അനായാസമായി ലാല് ബിഹേവ് ചെയ്യുന്നു. പക്ഷെ അനായാസതയ്ക്ക് വലിയ വിലയുണ്ട് എന്ന് പറയുന്ന ചില ഷോട്ടുകളുണ്ട്. വട്ടാണല്ലേ? മാധവി അമ്മയാണോ? അല്ല, മാധവി അപ്പൻ. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞ്? നിന്റെ അച്ഛനാ പുല്ലെത്തണ്ടി. ഞാൻ നിന്റെ തന്തയാടാ. പ്രാന്തമായി നോക്കി നിന്റെ അച്ഛൻ പറഞ്ഞോണ്ടല്ലോ കാണാൻ സൗകര്യം അത് പറഞ്ഞാൽ മതി. തന്തയ്ക്കാണ് എന്റെ ആശ്വാസം. എന്റെ മുന്തിരി കള്ളേ, നീ ആരാ? എന്റെ മരുമകൻ. ശ്രീഹല്ലി പോളം വലി. എന്താണ് ഇത്? നീ എന്താ കണ്ടത്? ഫസ്റ്റ് ഡേ ഫുൾ നേക്കടൊന്നും കാണാൻ നോക്കൂല. കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് ഇവിടെ കൊണ്ടുവന്ന കാണാത്തോന്ന് എന്നെ കാണിക്കണം. പഠിച്ച കള്ളനാ. You talk too much. I'll kick your face and get out. Would you like to share some nice time with me and we'll go and enjoy the fun. We'll come back and we'll share. നാളെ പരീക്ഷയാണോ? ഗുരുവായൂരപ്പ. മല, കുഞ്ഞിന്റെ പേര് മല. മലയല്ലടാ, കുന്ന്. നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന്. ഇനി വല്ല അറിയണ കാലിട്ട് മാറി.
പന്നീര് മോന് പണിയുണ്ടാവും മാമ, മുറി വണങ്ങുമ്പോ പൊയ്ക്കോളും. Just be the character and not play the character. I think that's his greatest strength. സൂക്ഷ്മഭാവങ്ങൾ പോലും ഇത്രയും മനോഹരമായിട്ട് കാണിക്കുന്ന ഒരു നടനെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെയുള്ളൂ. ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. ജനിച്ചു പോയില്ല സാറേ, ജീവിക്കട്ടെ പ്ലീസ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നമുക്ക് നേരെ കഴിച്ചിട്ട് കിടക്കാം. ഡെയിലി ഞങ്ങളുടെ അമ്മ 5 മണിക്ക് തുടങ്ങും. ഞാൻ കൊന്നിട്ടില്ല. എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് എങ്ങോട്ടാന്ന് വെച്ചാ പോയി രക്ഷപ്പെട്ടോ. അല്ലേ ഞാനിനി എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. അപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരുടെ കൂടെ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് TT എന്ന് പറയാണ്, ഒരു സ്റ്റോപ്പിലേക്കുള്ള ദൂരം മാത്രമേ ബാക്കിയുള്ളൂ എന്നറിയുമ്പോൾ ഉള്ള ഒരു ഷോക്ക്, അത് വല്ലാത്തൊരു ഫീലാണ്. ആ തെരുവിലാണ് സേതുമാധവനെല്ലാം നഷ്ടപ്പെട്ടത്. കോവിഡിന് ശേഷം മലയാള സിനിമ നടന്നു കയറിയത് പുതിയ ഉയരങ്ങളിലേക്കാണ്. പക്ഷേ ആ ചോദ്യം അവിടെ ബാക്കിയായി. മലയാളത്തിന്റെ മോഹൻലാൽ എവിടെയാണ്? ആ പഴയ തീയൊന്നുമില്ല, വെറും ചാരം. I think I know who is back. രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തിരുന്നു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. വാടാ മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്നതിന് പാതാളത്തിലേക്ക്. രാജാവ് തിരിച്ചു വന്നു. ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. Ladies and gentlemen, you are watching a master at work. നിനക്കെന്റെ രഞ്ജിനെ വേണം അല്ലടാ? ഇനി എന്റെ വീട്ടിൽ പോവുകയോ രഞ്ജിനിയോട് സംസാരിക്കുകയോ? புது வேலை எடுப்போம் விடுவுக்கு, நம் வெற்றி பாதையில் நரிகள் வந்தால் விருந்து வைப்போம் விண்ணுக்கு. ചങ്ങലക്കിടാനുള്ള അസുഖമൊന്നുമില്ല. മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയാം? ബൈപോളാർ ഡിസോർഡർ. ആനന്ദ നടനം അവൻ ആടി എന്നാണ്. അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. നമ്മൾ അഭിനയിക്കും.